ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജയശങ്കർ, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് രാവിലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ചെന്ന് കണ്ടിരിക്കുന്നു, എന്തോ കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരിക്കുന്നു. അത് എന്താണ് എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയൊന്നും വന്നിട്ടില്ല. താങ്കൾ അറിഞ്ഞിരുന്നു ആ കൂടിക്കാഴ്ചയെക്കുറിച്ച്? ഇതിപ്പോ കടകംപള്ളി സുരേന്ദ്രൻ രമേശ് ചെന്നിത്തലയെ കാണാനായിട്ട് കഴിഞ്ഞിട്ട് മുമ്പത്തെ ആഴ്ച തന്നെ ഒരു സമയം ചോദിച്ചിരുന്നു. അദ്ദേഹത്തെ കാണാൻ ഇന്നാണ് അവസരം കിട്ടിയത്. അതുകൊണ്ട് അവിടെ പോയി, അവിടെ ചെന്ന് ഉപ്പുമാവും പഴവും കഴിച്ചു, കാപ്പിയും കുടിച്ചു എന്നൊരു വിശദീകരണമായിരിക്കും പുറകെ വരിക. പക്ഷെ നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കുള്ള കേസ് അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ കൂടി പ്രതിയാക്കുന്നു. അതെ. അപ്പോൾ കൂടുതൽ വിപുലമായ തലത്തിലേക്ക് അന്വേഷണം പോകുന്നു എന്ന ഒരു സംഗതി നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ വളരെ അനൗപചാരികമായ കൂടിക്കാഴ്ച നടന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് കടകംപള്ളിയെ വിശദീകരിക്കണം, ചെന്നിത്തല വിശദീകരിക്കണം. ഇനിയിപ്പോ അഥവാ കടകംപള്ളിയെ പോലീസ് അന്വേഷിക്കത്തില്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് രമേശ് ചെന്നിത്തലക്കായിരിക്കും വലിയ ചീത്തപ്പേരായിട്ട് മാറുക. കാരണം എന്താ വെച്ചാൽ ചെന്നിത്തല കടകംപള്ളിയെ സംരക്ഷിച്ചു എന്ന രീതിയിലൊരു ആരോപണം ഉടനെ തന്നെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം അവരുടെ ജോലി ചെയ്യട്ടെ, ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ ജോലി ചെയ്യട്ടെ. കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ സംഘം പടിവാതിൽ എത്തുന്നവരെ കാത്തിരിക്കട്ടെ. അത് നമുക്ക് പറയാൻ പറ്റുമോ? വക്കീലെ, ഈ കാര്യത്തിൽ മറ്റൊന്ന്, ADGP H. വെങ്കടേഷ് ഉണ്ടല്ലോ, SITയുടെ തലവൻ, അദ്ദേഹം ഇന്ന് നിയമോപദേശം തേടാൻ പോവുകയാണ്. നിയമോപദേശം തേടുന്നത് ഈ പ്രശാന്തിനെതിരെയൊക്കെ കേസെടുത്താൽ എങ്ങനെ എന്ത് എന്ന കാര്യത്തിലാണെന്ന് തോന്നുന്നു. കേസെടുത്താൽ കുറ്റപത്രം വൈകും, അങ്ങനെ എന്തൊക്കെയാണ് അവരുടെ നിയമക്കുരുക്കുകൾ. എന്തൊരു നിയമോപദേശത്തിനൊക്കെ പോകുന്നു എന്ന് കേട്ടു. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ കടകംപള്ളിയുടെ ഇന്ന് രാവിലെയുള്ള ഈ കൂടിക്കാഴ്ച? അല്ല, കുറ്റപത്രം ഏതായാലും ഇപ്പൊ തന്നെ വൈകി. മാത്രമല്ല ഇതുപോലുള്ള കേസുകളൊന്നും അങ്ങനെ കൃത്യം 90% കുറ്റപത്രം കൊടുക്കാൻ പറ്റില്ല. അത്രയും സങ്കീർണമായ കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഒരു കുത്തുകേസോ കൊലക്കേസോ ഒന്നും അല്ലല്ലോ. സ്വാഭാവികമായിട്ടും അന്വേഷണം പൂർത്തിയാക്കാനും തെളിവുകളെല്ലാം സമാഹരിക്കാനും അത് കോടതി മുമ്പിൽ എത്തിക്കാനും സമയമെടുക്കും. ഏതായാലും ഇപ്പൊ തന്നെ വൈകി എന്ന് കരുതിയിട്ട് പ്രതികളാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രതികളാകേണ്ട ആളുകളെ ഒഴിവാക്കി കുറ്റപത്രം കൊടുക്കുന്നതിൽ കഥയില്ല. എല്ലാ പ്രതികളെയും കടന്ന് എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇപ്പൊ കടകംപള്ളിയാണെങ്കിൽ കടകംപള്ളി, അതല്ല വാസവനാണെങ്കിൽ വാസവൻ, മറ്റാരെങ്കിലും ആണെങ്കിൽ അവരൊക്കെ ഇതിനകത്ത് പ്രതികളായിട്ട് വരണം. എന്നല്ലേ ഈ കേസിന് ഒരു ഫലം ഉണ്ടാകും. താങ്കൾ അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കേസ് നേർവഴിക്ക് തന്നെ മുന്നോട്ട് പോവും, പുതിയ ഭരണ സംവിധാനമാണ്? ശരിയല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവെ ഇവർക്ക് ഒരു തരം ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണമൊക്കെ ഒരു പരിധിവരെ ഉത്സാഹത്തോടെ നടക്കും. അത് കഴിയുമ്പോൾ പിന്നെ അത് ആരെ സമയത്ത് പോയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രതികൾ വലിയ സ്രാവുകളും തിമംഗലങ്ങളൊക്കെ വല പൊട്ടിച്ച് അല്ലെങ്കിൽ വലയിൽ കയറാതെ വല ഒഴിവാക്കി രക്ഷപ്പെടുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെന്ത് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.